വെനസ്വേല ഇനി അമേരിക്ക ഭരിക്കും. ട്രംപ് ഒരു പരമാധികാര രാജ്യത്തേക്ക് ആക്രമണം നടത്തി അവിടുത്തെ ഭരണാധികാരികളെ തടവുകാരെ പോലെ പിടിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ്, ഇനി വെനസ്വേലയുടെ എണ്ണ മുഴുവൻ നമ്മുടേതാണ്, നമ്മൾ അമേരിക്കക്കാർ സമ്പന്നരാകും. എന്തൊരു തെണ്ടിത്തരമാണ്! മഹാവൃത്തികേടാണ് അത് ചെയ്തതെന്നുള്ള കാര്യം പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ആ രാജ്യത്തെ ഭരണം മോശമായിക്കോട്ടെ, അത് വേറൊരു കാര്യമാണ്. ആ രാജ്യത്തെ ഭരണം മോശമായിരുന്നു. അവിടെ ഏകാധിപത്യം ഉണ്ടായിരുന്നു, അഴിമതി ഉണ്ടായിരുന്നു, സ്വജനപക്ഷപാതം ഉണ്ടായിരുന്നു. ഇങ്ങനെ പിന്നെ ഒരു എന്താ പറയുക, ക്രമസമാധാനം തകർന്നിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള സംഗതികളുണ്ടെങ്കിലും അത് ഈ പണ്ടൊരു രാമൻ നായരും തിരുമേനിയും കൂടി തിരുമേനിയുടെ മുമ്പിൽ കൂടി രാമൻ നായർ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന സമയത്ത് തിരുമേനി ചോദിച്ചു, രാമാ, നിനക്ക് എന്തിനാണ് ഈ സ്ത്രീ? നിനക്കൊരു പശുക്കിടാവിനെ പോരെ, അതിങ്ങ് തന്നേക്കെന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് ഈ ചെയ്തത്. കാരണം വെനസ്വേലയെ ഭരിക്കാൻ ഞങ്ങളെ പറ്റുള്ളൂ, വെനസ്വേലയെ ഭരിക്കാൻ ഞങ്ങളെ പറ്റുള്ളൂ. വേറെ ഞാനോടത്ത് സാറ് ഉറപ്പ് ഞാൻ പറഞ്ഞ വാക്കുണ്ടല്ലോ, തെണ്ടിത്തരം, അങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്നു. പ്രേക്ഷകർ തോന്നിക്കണം ഇയാൾ എന്താ പറഞ്ഞത്, തെണ്ടിത്തരോ? ഞാൻ പറഞ്ഞ മനഃപൂർവ്വം അതിന് പിന്നെ അല്ലാണ്ട് വേറെ അത് മാത്രമല്ല സാറേ, അമേരിക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യമാണ്. അമേരിക്ക സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഗ്രീൻലാൻഡ് വേണം, കാനഡ 51ാമത്തെ സ്റ്റേറ്റ് ആക്കണം, പനാമ വേണം. കാരണം അമേരിക്കയ്ക്ക് ജീവിക്കാനുള്ള റിസോഴ്സ് ഇല്ല, അത് മറ്റ് രാജ്യങ്ങളിലുള്ളത് കിട്ടിയേ പറ്റുള്ളൂ. ഉക്രൈൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്. അതെ, ഉക്രൈനിൽ പോയിട്ട് ഉക്രൈൻ്റെ ധാതു നിക്ഷേപങ്ങൾ വേണം. അപ്പം ഒരു തെണ്ടി നടക്കുകയാണ് അമേരിക്ക. എല്ലാ രാജ്യത്തുനിന്നും തെണ്ടുന്നില്ല, അയ്യോ വല്ലതും തരണേന്ന് പാകിസ്ഥാനെ പോലെ തെണ്ടുന്നില്ല, ആയുധം വെച്ച് ഭീഷണിപ്പെടുത്തി തെണ്ടുകയാണ്. ആ ഒരുതരം തെണ്ടിത്തരം തന്നെ, അതിന് സംശയമൊന്നുമില്ല. അതിനകത്ത് തെണ്ടിത്തരത്തെ പിന്നെ തെണ്ടിത്തരം എന്നല്ലാണ്ട് വേറെ വാക്ക് ഉപയോഗിക്കും. ഈ വെനസ്വേലയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിന് മുൻപ് 13,000 കൊല്ലങ്ങൾക്ക് മുൻപേ അവിടെ ജനവാസമുള്ള സ്ഥലമാണ്. എന്നുവെച്ചാൽ യേശു ക്രിസ്തു ജനിക്കുന്നതിനും 13,000 കൊല്ലങ്ങൾക്ക് അപ്പുറം അവിടെ ജനവാസമുണ്ട്. അവർക്ക് അവരുടെ മതമുണ്ട്, അവരുടെ സംസ്കാരമുണ്ട്, അവരുടെ ജീവിത രീതിയുണ്ട്. അത് വളരെ ഫലഭൂയിഷ്ടമായൊരു മേഖലയായിരുന്നു അവിടെ. അവർ കൃഷിയൊക്കെ ചെയ്ത് സുഖമായിട്ടും സംതൃപ്തിയോടും കൂടി ജീവിച്ചിരുന്ന ഒരു കാലത്താണ് 1498 വെനസ്വേലയുടെ എല്ലാ ഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും ഒരുമിച്ച് ചേരുന്ന രീതിയിൽ കൊളംബസ് അവിടെ എത്തുന്നത്. അതോടുകൂടി വെനസ്വേലയുടെ കഷ്ടകാലം തുടങ്ങി എന്ന് പറഞ്ഞാൽ മതി. കൊളംബസ് എവിടെ എത്തിയാലും ആ പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കഷ്ടകാലം തുടങ്ങും. അല്ല, ഈ അമേരിക്കയിൽ തന്നെ ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന അമേരിക്കയ്ക്ക് കഷ്ടിച്ച് 250 വർഷത്തെ പഴക്കമുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന ഇങ്ക മായൻ സംസ്കാരം, റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നവരെ, അതെ, അവിടെ മുഴുവൻ കൂട്ടക്കൊല ചെയ്ത് നശിപ്പിച്ചത് ഇവരാണ്. അതാണ് ഇവരുടെ ചരിത്രം. അവർ യൂറോപ്യൻസിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നല്ലതല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1520 വെനസ്വേലയിലേക്ക് അന്റോണിയോ ഡി സെഡീനോയുടെ നേതൃത്വത്തിൽ സ്പെയിൻകാർ കുടിയേറ്റം ആരംഭിച്ച് വെനസ്വേലയെ കോളനിയാക്കി പ്രഖ്യാപിച്ചു. അവിടെ ചെന്ന് ഇതുപോലെ തന്നെ, ഇതിപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയിട്ട് മറ്റേ അവിടെ ഇരുന്ന ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ, സ്പെയിൻകാരങ്ങനെയല്ല. അവിടെ ചെന്ന് അവിടെയുള്ള ജനങ്ങളെയൊക്കെ അവിടെ നിന്ന് ഓടിച്ച് ഫലഭൂയിഷ്ടമായ പ്രദേശം മുഴുവൻ അവരുടേതാക്കിയിട്ട് അവരവിടെ നിന്ന് ഓടിച്ചിട്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു. രണ്ടും ഒന്ന് തന്നെ, കോളനി തന്നെ. ആ മനോഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. അത് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ എന്താ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഇതിനവർ ലിറ്റിൽ വെനീസ് എന്ന് പേര് കൊടുത്തു. ലിറ്റിൽ വെനീസ്. എന്നിട്ട് അവിടെ നടന്നിരുന്നത് എന്താണെന്നറിയാമോ? അടിമച്ചന്ത. ആഫ്രിക്കയിൽ നിന്നും ഇവിടെ ഉള്ള തദ്ദേശവാസികളായിട്ടുള്ള അബോറിജിനൽസ് എന്നാണ് ഇവർ പറയുക. എന്തൊരു വൃത്തികെട്ട വാക്കാണത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരാ, തദ്ദേശവാസികളെന്നല്ല പറയുന്നത്, അബോറിജിനൽസ്. കാരണം കുറച്ച് പ്രാകൃതരായ ജനങ്ങളാണ് ഇവരാണ് പരിഷ്കൃതർ, ബാക്കിയൊക്കെ പ്രാകൃതരാണെന്നാണ്. അമേരിക്കയുടെ മാത്രമല്ല, യൂറോപ്പിൻ്റെ പൊതു മൈൻഡ് സെറ്റിൽ ഇതുണ്ട്. അവരാണ് ഏറ്റവും ശ്രേഷ്ഠ, അവരാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അങ്ങനെയാണ് അവർ ഇവിടെ വന്നിട്ട്, ഇവിടെ 10,000 കണക്കിന് കൊല്ലത്തെ സംസ്കാരമുള്ള ഓരോ പ്രദേശത്ത് ചെന്നിട്ട്, ജനജീവിതമുള്ള പ്രദേശത്ത് ചെന്നിട്ട്, കൃഷിയും അതുപോലെയുള്ള ജീവിത സമ്പ്രദായങ്ങളുള്ള പ്രദേശത്ത് ചെന്നിട്ട് ഞങ്ങൾ നിങ്ങളെ പരിഷ്കാരികളാക്കാമെന്ന് പറഞ്ഞു വരുന്നില്ലേ? ഇവിടെ ഇന്ത്യയിൽ വന്ന് അതുപോലെ തന്നെയാണ് അവിടെ സ്പെയിൻകാരെത്തിയത്, സ്പാനിഷ് കോളനിയാക്കിയത് മാറ്റി. 18ാം നൂറ്റാണ്ട് വരെ ഇത് തുടരുകയാണ്. 18ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം വന്ന് അത് ഉൾക്കൊണ്ടിട്ട് സൈമൺ
സൈമൺ ബൊളീവർ ബൊളീവർ സൈമൺ ബൊളീവറിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവം ആരംഭിച്ചു. ആ വിപ്ലവം ആരംഭിച്ച് 1811 ഒരു റിപ്പബ്ലിക്ക് സ്ഥാപിച്ചു. 1821 വരെ അത് നീണ്ടുനിന്ന് അത് കഴിഞ്ഞ് ഗ്രാൻഡ് കൊളംബിയ എന്ന് പറയുന്ന ഒരു പ്രദേശം സ്ഥാപിച്ചു. അതിൻ്റെ ഒരു ചെറുഭാഗമാണ് വെനസ്വേല. ആ സ്ഥാപിച്ചതൊക്കെ പിന്നീട് പോയി, പല രാജ്യങ്ങളായിട്ട് പോയി. അതിൻ്റെ ഒരു ചെറുഭാഗമാണ് വെനസ്വേല. ആ വെനസ്വേലയ്ക്ക് ജോസ് അന്റോണിയ പയസാണ് അതിന് നേതൃത്വം നൽകിയിട്ട് വെനസ്വേല ഉണ്ടാക്കി അവിടെ എടുക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ അന്റോണിയോ ഗുസ്മാൻ ബ്ലാങ്കോ അവിടെ ഏകാധിപത്യം സ്ഥാപിച്ചു. അപ്പോഴേക്കും എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ 3 കാര്യങ്ങൾ തളച്ചു വളർന്ന് റബ്ബർ, കാപ്പി, കൊക്കോ സമ്പന്നമായി കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുന്നു വെച്ചാൽ സമ്പന്നത്തുണ്ടെങ്കിൽ പിന്നെ അത് ആർക്കാണ് അവകാശി? അന്ന് യൂറോപ്പിനായിരുന്നു, ഇന്ന് ട്രംപിനാണ്. പ്രശ്നം അത്രയേ ഉള്ളൂ. ലോകത്തെവിടെ സമ്പത്തുണ്ടോ അവിടെ അത് വേണം. അപ്പോൾ 1945 എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറഞ്ഞൊരു സംഘടന അവിടെ വന്നു. ഈ ഡെമോക്രാറ്റിക് അലയൻസ് വന്നതിന് ശേഷമാണ് ഏകാധിപത്യത്തിനെതിരെ ഉള്ള ഒരു ജീവിതം സാധ്യമാണ് എന്നൊരു വിശ്വാസം അവിടുത്തെ ജനങ്ങൾക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1976 എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ 70കളിൽ അവിടെ വലിയ എണ്ണശേഖരം കണ്ടെത്തി. ഈ എണ്ണശേഖരം കണ്ടെത്തി കഴിഞ്ഞപ്പോഴേക്കും ഒരു സംഗതി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അന്ന് അവരിൽ കാശില്ല ഈ ഏകാധിപത്യത്തിനായിട്ട്. കാരണം എണ്ണ ഖനനം ചെയ്തെടുക്കണമെങ്കിൽ റിഗൊക്കെ ഉണ്ടാക്കണം, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് അന്ന് നടത്തിയത് അമേരിക്കൻ കമ്പനികളാണ്. ഇതാണ് അമേരിക്കയ്ക്ക് എണ്ണയുമായിട്ടുള്ള ബന്ധം. എണ്ണ അവരുടെയാണ്. അവിടെ നിന്ന് ഊറ്റിയെടുക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തി. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറഞ്ഞതാണ് ട്രംപ് പറയുന്നത്. അതൊക്കെ നമ്മുടേതല്ല എന്നാണ്. ട്രംപിന് എത്ര ശ്രമിച്ചിട്ടും ഇത് വെനസ്വേലക്കാരുടെ ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇടതുപക്ഷ സർക്കാർ രൂപീകരിച്ചു. അതാരാന്ന് വെച്ചാൽ ഹ്യൂഗോ ഷാവേസ്. അതാണ് വളരെ പോപ്പുലറായിട്ടുള്ളൊരു കക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ ശിങ്കിടിയാണ് ഇപ്പോഴത്തെ ഈ ട്രംപ് പിടിച്ചുകൊണ്ട് പോയവൻ. ഇദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ഇൻ ദ ഹൈറാർക്കി ആയിരുന്നു. പക്ഷേ ഈ ഷാവേസിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യ സോഷ്യലിസത്തിലാണ് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നത്. കാരണം ജനങ്ങളുടെ ഒരു ആധിപത്യം ഉണ്ടാകണം, എങ്കിലേ ഭരണകൂടങ്ങൾ നിലനിൽക്കൂ എന്നാണ് അദ്ദേഹം കരുതിയത്. അപ്പോൾ ഒപ്പം തന്നെ അദ്ദേഹം വേറൊരു കാര്യവും പറഞ്ഞു, സോഷ്യലിസ്റ്റ് പാട്രിയോട്ടിസവും പറഞ്ഞു. കാരണം അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ രാജ്യത്തോട് കൂറ് വേണം, രാജ്യസ്നേഹം ഉണ്ടായിരിക്കണം. അത് ഇന്ത്യയിലാണല്ലോ അങ്ങനെ ഒരു വ്യവസ്ഥയും ഇല്ലാത്തത്. രാജ്യവിരുദ്ധരാണെങ്കിൽ വലിയ അംഗീകാരം കിട്ടും. എല്ലാ അംഗീകാരവും എല്ലാ ആദരവും എല്ലാ മീഡിയ സ്പേസും കൊടുക്കുന്ന അവർക്കാണ്. രാഹുൽ ഗാന്ധി നോക്കിയാൽ മതിയല്ലോ. രാഹുൽ ഗാന്ധി മാത്രമല്ല, എന്താണ് മറ്റേ എഴുതി നടക്കുന്നൊരു അരുന്ധതി റോയ് ആകെ ഒരു പുസ്തകം എഴുതി, അരപ്പുസ്തകം എഴുതി. ആ അരപ്പുസ്തകം എന്നൊരു 1/4 പുസ്തകം എഴുതി. ആ 1/4 പുസ്തകത്തിൻ്റെ പേരിലാണ് ഈ നടക്കുന്നത്. ആ 1/4 പുസ്തകത്തിൻ്റെ പേര്, ആ പുസ്തകം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊന്നും വായിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അങ്ങനെയുള്ളൊരു 1/4 പുസ്തകം എഴുതിയിട്ട് അതിൻ്റെ പേരിൽ നടക്കുകയാണ്. അതിൻ്റെ കാരണം വെച്ചാൽ ഇന്ത്യ വിരുദ്ധത അവർക്കുണ്ടെന്നുള്ളതാണ്. അതെ, അത് രാജ്യദ്രോഹം ഉണ്ട് എന്നുള്ളതാണ്. ഈ പ്രൈസ് കഴിഞ്ഞ വർഷം നോബൽ സമ്മാനം കിട്ടിയ സാഹിത്യകാരൻ, നിങ്ങൾ സാഹിത്യം വായിക്കുന്ന ആളാണല്ലോ, ഓർമ്മയുണ്ടോ? പേരില്ല. ഇല്ല. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ആകെ ഇത് ഗൗരവമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ കേരളത്തിലുള്ള എഴുത്തുകാർ മാത്രമാണ് ഇതിനെ വലിയ ഗൗരവമായിട്ട് കാണുന്നത്. ബാക്കി ഏത് അവാർഡും ഇത്തിരി പ്രശസ്തിയും ഇത്തിരി പണവുമാണ്, അതിനപ്പുറത്തേക്കും ഒന്നുമില്ല. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന് അവാർഡ് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ബഷീർ ഇപ്പോൾ അവാർഡ് കിട്ടിയിട്ടുള്ള ആരാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവാർഡ് കിട്ടിയിരിക്കുന്ന അയാളെക്കാളും ബഷീർ മോശമാണെന്ന് ആരും പറയില്ലല്ലോ. ഇപ്പോൾ അവാർഡ് കിട്ടാത്തത് ആരുണ്ടെന്ന് ചോദിച്ചാൽ അതെ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ വന്നു ഇങ്ങനെയാണ് ഇവരുടെ ഒരു ഇത് വന്നത്. അങ്ങനെ ഈ ഷാവിസം എന്ന് പറയുന്ന ഈ സിദ്ധാന്തം അവിടെ സ്വാധീനിച്ചിരുന്നു. പക്ഷെ ഇയാൾ വന്നതിന് ശേഷം ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ കംപ്ലീറ്റ് ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? നിക്കോളാസ് മർഡോസ് ഇതിനെ ഏകാധിപത്യത്തിലാക്കുകയും
എവിടെ ഏകാധിപത്യം വന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ അഴിമതി വരും, സ്വജനപക്ഷപാതം വരും, പിന്നെ ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരും. ഇതൊക്കെ ഇവിടെ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇത് അവിടെ ഈ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസമല്ല, പല കാലങ്ങളായി പ്രവർത്തിച്ച് ഓരോ ഘട്ടത്തിൽ വന്ന് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും ചെയ്ത് ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 25% ഈ ഇവിടെ നിന്ന് എണ്ണ മേടിക്കുന്നവർക്ക് 25% താരിഫ് ഏർപ്പെടുത്തി, ചുങ്കം ഏർപ്പെടുത്തി. വെനസ്വേലയിൽ നിന്ന് വാങ്ങുന്നത് അത് കണ്ടത് 50% ആക്കി. അല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപം ഉള്ളത് സൗദിയിലല്ല, വെനസ്വേലാണ്. അത് കണ്ടപ്പോഴാണ് അത് എടുക്കുന്നത്. ഇനി അതെടുത്തു കഴിഞ്ഞാൽ ഇനി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ എണ്ണ വിറ്റുള്ള കാശ് കൊണ്ട് അവർക്ക് സമ്പന്നരായിട്ട് ജീവിക്കാം. ഇത് യൂറോപ്പിൻ്റെ ശീലം അതായിരുന്നു. കാരണം യൂറോപ്പ് ഇന്ത്യയെ പല സാഹിത്യകാരന്മാരും മറ്റുള്ളവരുമൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്, ചില ചരിത്രകാരന്മാരുമൊക്കെ വിശ്വസിക്കുന്ന, ചില രാഷ്ട്രീയക്കാരും വിശ്വസിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കാരെ നന്നാക്കാനായിട്ട് അല്ല. ബ്രിട്ടൻ്റെ 26 ഇരട്ടി GDP-യുമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്താണ് വന്നത്. ആ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് ഇതിനെ ഊറ്റാവുന്നതിൻ്റെ പരമാവധി ഊറ്റിയെടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. അത് യൂറോപ്പിൻ്റെ രീതിയാണ്. ആ യൂറോപ്പിൻ്റെ മൈൻഡ് സെറ്റിൽ നിന്ന് അമേരിക്കയിലെ ട്രംപും വിമുക്തനല്ല. അതുകൊണ്ട് ട്രംപ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഉള്ളത് മുഴുവൻ ഊറ്റിയെടുത്തിട്ട് അമേരിക്ക ഇതിനെ ഒരു ചണ്ടിയാക്കി മാറ്റും. അപ്പോൾ ഇത് ഉപേക്ഷിക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്ത്യയിൽ നിന്ന് കട്ടെടുത്ത കോഹിനൂർ രത്നം ഒരു അലങ്കാര ചിഹ്നമായിട്ട് വെക്കാൻ ബ്രിട്ടീഷ് രാജ്ഞിക്കല്ലാണ്ട് ലോകത്താക്ക് കട്ട മുതൽ തലയെ വെച്ചുകൊണ്ട് നടക്കാൻ വേറെ ആർക്ക് കഴിയും? അതിലവർക്ക് അപമാനമില്ല. ആ അപമാനമില്ലാത്ത ബ്രിട്ടൻ വെനസ്വേലയെ ചണ്ടിയാക്കി മാറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ അവിടെ ജനാധിപത്യം അമേരിക്ക ഇപ്പോൾ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ടാമൻ വൈസ് പ്രസിഡൻറ്റിനെ അവർ പ്രസിഡൻ്റാക്കി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇതിനിടയിൽ. അപ്പോൾ അവനത് മതി, അവന് പ്രസിഡൻ്റാകാൻ കഴിഞ്ഞല്ലോ. പിന്നെ അമേരിക്കയുടെ ഇതിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയുടെ കുറച്ച് വിഹിതം കിട്ടുമല്ലോ, അവനും അടിച്ചു പൊളിച്ച് ജീവിക്കാം. ആ രാജ്യം നശിക്കും എന്ന കാര്യത്തിൽ ഏതായാലും അമേരിക്ക ലോകത്തിന് മുന്നിൽ വെക്കുന്നത് ഒരു നല്ല പാഠമല്ല. അല്ല ഒരു അല്ല എന്തും ആയിക്കോട്ടെ, അവിടുത്തെ ജനങ്ങൾ അവർ തീരുമാനിക്കണം, അവരാണ് തീരുമാനിക്കേണ്ടത്. വേണ്ടി വന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് ധാർമ്മികമായ പിന്തുണ കൊടുത്തിട്ട് സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാ. ഇപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ ജനാധിപത്യം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുമെന്നാണ് പറയാൻ പോകുന്നത്. അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ വേറൊരു കാര്യം കൂടി ഇത് അപ്രസക്തമായി. ഈ ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊരു കടലാസ് പുലി പോലും അല്ല, കടലാസ് എലിയായി. ട്രംപ് സത്യസന്ധനാണ് സാർ. ട്രംപ് പറഞ്ഞു ജനാധിപത്യം ഉണ്ടാക്കണമെന്നില്ല, എണ്ണയാണ്, ആ എണ്ണ ഞങ്ങളുടെയാണ്, ഞങ്ങൾ ഇനി സൂക്ഷിച്ച് ജീവിക്കും എന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. ട്രംപിന് ആ കാര്യത്തിൽ നമ്മൾ ബഹുമാനിക്കണം. അതെ, സത്യസന്ധനാണ്.